പണ്ട്, അതായത് ചേച്ചിക്ക് ഇങ്ങനെ ഒരു കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുമ്പൊരു നോർമൽ, എല്ലാ സ്ത്രീകളെയും പോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടായിരുന്നു. മകൻ ഇങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ലൈഫിനെ കുറിച്ചൊന്ന് പറയാമോ? എത്രാമത്തെ വയസ്സിലായിരുന്നു കല്യാണം? 25-ാമത്തെ വയസ്സിൽ. അപ്പം ആ സമയത്ത് ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ ഡ്രൈവിങ്ങും പഠിച്ചായിരുന്നു. അപ്പം അത്യാവശ്യം ജീപ്പാണ് ഓടിച്ചിരുന്നത്. ജീപ്പിലാണ് പഠിച്ചത്. അല്ല, അന്നൊക്കെ ആ കാലത്തൊക്കെ ജീപ്പ് ഓടിക്കാന്നൊക്കെ പറയുന്ന ഒരു ചെറിയ ധൈര്യമൊന്നും പോരാ. പഠിച്ചത് വണ്ടി ഓടിക്കാറില്ലായിരുന്നേ. അപ്പം ഇങ്ങനെ ഇത് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് മോനൊക്കെ ഉണ്ടായി. അപ്പം നമുക്ക് ഇവന് ഉണ്ടായി കഴിഞ്ഞപ്പോഴും അറിയത്തില്ല, ഇങ്ങനെ അവൻ കോടി ചുറ്റിയായിരുന്നു 2 പ്രാവശ്യം. പക്ഷേ ഇങ്ങനെ ഒരു കുഴപ്പമോ ഇല്ല, പ്രോബ്ലം ഒന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നോർമൽ രീതിയിൽ ഇങ്ങനെ പോകുന്നു. പക്ഷേ 6 മാസമായപ്പോഴും ഇവൻ കമലാതെ വന്നപ്പോഴാണ് നമുക്കൊരു സംശയമായിട്ട് പല ഡോക്ടേഴ്സിനെയും കാണിച്ചപ്പോഴാണ് തല സ്കാൻ ചെയ്തപ്പം പറഞ്ഞു ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ട് ബ്രെയിനിൽ. അങ്ങനെ സെർബ്രൽ പാൾസി, ബ്ലഡ് സർക്കുലേഷൻ കിട്ടാതെ ബ്ലഡ് ക്ലോട്ട് ചെയ്തതാണ് അതിന് കാരണമായത്. അങ്ങനെ അപ്പം തുടങ്ങി ട്രീറ്റ്മെൻറ്റുകളൊക്കെ ആരംഭിച്ചു. കോട്ടയത്തായിരുന്നു ആദ്യം. പിന്നെ വലിയ മാറ്റം വരാത്തതുകൊണ്ട് മണിപ്പാലിന് കൊണ്ടുപോയി 1 വർഷം അവിടെയും ചെയ്തു. ഇപ്പം നമുക്ക് ഇവനെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഇത്രയും ദൂരമൊക്കെ കൊണ്ടുപോയി ഒരാഴ്ചയൊക്കെ അവിടെ നിന്ന് ഫിസിയോതെറാപ്പിയൊക്കെ കണ്ട് പഠിച്ച് ഇവിടെ നമ്മൾ ചെയ്ത്. ഓർക്കുന്നുണ്ട്? നീ ഓർക്കുന്നുണ്ട്? ഇപ്പം നമ്മുടെയും ആഗ്രഹം എത്രയും പെട്ടെന്ന് ആ ഒറ്റ ഉദ്ദേശത്തോടെ നമ്മളിതെല്ലാം നോക്കി കണ്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ കണ്ണിൻ്റെ അറിയാൻ തുടങ്ങിയത്. അറിയാന്ന് പറഞ്ഞാൽ കാഴ്ച ചില സമയത്ത് ഒരു സൈക്കിളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക്, ഞാൻ പെട്ടെന്ന് ഒരു പ്രാവശ്യം ബസ്സേ കയറാനായിട്ട് പോയപ്പോൾ ഒരു സൈക്കിൾ പെട്ടെന്ന് സൈഡിൽ കൂടെ വന്ന് ഞാൻ കാണാതെ വന്നു. അപ്പം അന്ന് അജി എൻ്റെ കൈ പിടിച്ചു. പിന്നെ ഒരു പ്രാവശ്യം കൂടെ കുറേ നാളുകൾക്ക് ശേഷം ഒന്നും കൂടെ ഇങ്ങനെ വന്നപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കാണാൻ പറ്റിയില്ല. അജി ചോദിച്ചാൽ കണ്ടില്ലേ? ഞാൻ പറഞ്ഞു കാണാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾക്ക് പിന്നെ ഒരു സംശയമായി. അങ്ങനെയാണ് അവിടെ ശങ്കർ നേത്രാലയ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കാണിച്ചു. കുറേ ടെസ്റ്റുകളെല്ലാം നടത്തി കഴിഞ്ഞപ്പം പറഞ്ഞു നെർവ് വീക്കാകാൻ ആരംഭിക്കുകയാണ്. പക്ഷേ ഇതിപ്പം കാഴ്ച കുറയല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഈ സൈക്കിളൊക്കെ തന്നെ നമ്മൾ നോർമലായിട്ടല്ലാതെ നമുക്ക് ചിലപ്പോൾ ആൾക്കാർ അങ്ങനെ കാണാതെ വരുമല്ലോ. അങ്ങനെ അല്ലാതെ പെട്ടെന്ന് കാഴ്ച കുറയല്ല. 65-70 വയസ്സായിട്ടേ കാഴ്ച കുറയുള്ളൂ. പക്ഷേ ഇതിന് നെർവ് വീക്കാകുന്ന റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന് പറയും ഈ കണ്ണിൻ്റെ അസുഖത്തിന്. പക്ഷേ ഇതിന് മെഡിസിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. എല്ലായിടത്തും റിസർച്ച് നടക്കുന്നതേ ഉള്ളൂ, മെഡിസിൻ ഒന്നും ആയിട്ടില്ല. അപ്പം ശരിക്കും പറയാം നമ്മുടെ ചങ്കിന് ഭയങ്കര ഒരു ഇതാ. കാരണം മോനെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓടി നടക്കുന്ന സമയത്താണ് ഇതും കൂടെ വരുന്നത്. ഇപ്പം ഞങ്ങൾ എല്ലാ വർഷവും ശരിക്കും വെള്ളാങ്കണ്ണി പള്ളി പോകുന്നത് എല്ലാ വർഷവും പോകുമായിരുന്നേ. അങ്ങനെ പോയപ്പോൾ ഒരു അച്ഛനുമായിട്ട് ഞാൻ സംസാരിച്ചൊരു മലയാളി അച്ഛനൊക്കെ ആയിട്ട്. അപ്പോൾ സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ മോൻ്റെ കാര്യവും എൻ്റെ കണ്ണിനിങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും വീട്ടിലൊരു ചെറിയ ബിസിനസ് പോലെ തുടങ്ങുന്നത്. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഇതിനെപ്പറ്റി എല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഒത്തിരി സങ്കടം വരും. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറുത് നമുക്ക് വീട്ടിൽ പറ്റുന്ന എന്തെങ്കിലും ചെയ്യാൻ നോക്കണം എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അന്നേരം എന്നാ അങ്ങനെ ചിന്ത ഇല്ലല്ലോ, എന്താ ചെയ്യണ്ടേ, വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്നാ. ഇൻസാറിന് ശേഷം ഞാൻ ചുമ്മാ വെറുതെ വീട്ടിലൊന്ന് കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി നോക്കി. എൻ്റെ അമ്മച്ചിയൊക്കെ മരിച്ച അങ്ങനെ ആണ്ടിനൊക്കെ ഓർമ്മ ദിവസത്തിനൊക്കെ ഉണ്ടാക്കുന്ന ചേച്ചിമാരും അമ്മച്ചിയുടെ കൂട്ടുകാരൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ട് അങ്ങനെയൊക്കെ ഒരു ഓർമ്മ വെച്ച് ഞാൻ ഒന്നുകൂടെ അവരോടൊക്കെ ചോദിച്ച് ഞാൻ എൻ്റേതായുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞു. അജിയുടെ അമ്മയുണ്ടെന്ന്, അമ്മയൊക്കെ നല്ല. അപ്പം പിന്നെ ഒരു ദിവസം കൂടി ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അജിക്ക് എന്ന കടയുണ്ടായിരുന്നു. അങ്ങനെ ആണ് ഇതങ്ങ് ആരംഭിച്ചത്. സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് എത്ര അപ്പം ഉണ്ടാക്കിയിട്ടാണ് ഇതുപോലെ കടയിലൊക്കെ കൊണ്ടുവയ്ക്കാന്ന് പറയുമ്പോൾ നമുക്കൊരു കണക്കുണ്ടാവുമല്ലോ. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കടയിൽ അജിയുടെ കടയിൽ തന്നെയാണ് അരി പുറത്തുനിന്നൊന്നും വാങ്ങേണ്ടി വന്നു. ഇല്ല. അത് കഴിഞ്ഞ് 20 പാക്കറ്റാക്കി കടയിൽ കൊണ്ടുവച്ചു. അത് പെട്ടെന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അത് കാരണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇതാന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും മേടിച്ച് പെട്ടെന്ന് അങ്ങ് തീർന്നു. പിന്നെ നമ്മൾ ഇതിങ്ങനെ ഒരു ബിസിനസ് ആക്കുന്ന കാര്യത്തെപ്പറ്റിയൊന്നും ചിന്തിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ അവർ ചോദിച്ചു നമുക്ക് കുറച്ചും കൂടെ ഉണ്ടാക്കി വെക്കാൻ പോലെ. അങ്ങനെ എന്നാലും അജി പറഞ്ഞു നമുക്കെന്നാ ഈ അച്ഛൻ പറഞ്ഞല്ലോ ഇത് വീട്ടിലെ ജോലിയെല്ലാം കഴിയുമ്പോൾ നമ്മുടെ യാതൊരു വേറെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ നമ്മുടെ അടുക്കളയിലെ അരി സാധനങ്ങളൊക്കെ അജിയുടെ കടയിൽ നിന്ന് എടുക്കുന്നു. അന്നേരം എടുത്തു കഴിഞ്ഞപ്പോൾ പക്ഷേ ഈ ഇപ്പം കൊടുത്തു കഴിഞ്ഞപ്പോൾ അജി പറഞ്ഞു ഈ പൈസ നീ തന്നെ സൂക്ഷിച്ചു. ഞാൻ പറഞ്ഞു അത് വേണ്ട, അത് അജിയുടെ കയ്യിൽ ഇരുന്നോട്ടെ. അപ്പം പറഞ്ഞല്ല നീ ഇത് സൂക്ഷിക്കണം, നമുക്ക് ഇതിൻ്റെ അകത്തും തന്നെ അല്ലാതെ ഇത് ഇച്ചിരി വലുതാകുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വലുതാക്കണം. മാറ്റി വെച്ച് അത് കൂടി വരുന്ന കാണാൻ തന്നെ ഒരു സന്തോഷം.